ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ രാവിലെ മുതലുള്ള ഒരു വിശേഷമാണ്. രാവിലെ ഞാൻ അപ്പം ഇന്നലെ രാവിലെയാണ് ഇത് നമ്മൾ നുറുക്ക് ഗോതമ്പ്, അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടു. അതായത് അര ഗ്ലാസ് ഉഴുന്നിന് ഒരു 3/4 ഗ്ലാസ് ഉഴുന്നുണ്ടായി, 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ്. ആ ഒരു തരി അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപ്പുമാവിന് കിട്ടുന്ന ആ ഒരു നുറുക്ക് ഗോതമ്പ്, അത് ഞാൻ വെള്ളത്തിലിട്ട് വൈകുന്നേരം ഒരു കൈ ചോറും ചേർത്ത് അരച്ച് വെച്ചു. രാവിലത്തേക്ക് നല്ല പോലെ അത് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ അത് വെച്ച് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിപ്പം ഇത് രാവിലെയാണ്, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് ദോശ നല്ല ചുട്ടെടുത്തിട്ടുണ്ട്. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ്. പിന്നെ അതിന് സാമ്പാറുണ്ടായി, അപ്പം സാമ്പാറും കൂടി കൂട്ടി പിന്നെ ഉച്ചക്കത്തേക്ക് അയിലയും മത്തിയും ഉണ്ടായി. അപ്പം രാവിലെ തന്നെ ചോറ് വെച്ചു. ചോറ് വേവുന്നുണ്ട് ഇവിടെ. അപ്പം പിന്നെ മീൻ മുറിച്ചിട്ട് വന്നു. പുളിശ്ശേരി വെക്കുന്നുണ്ട്. കപ്പൊക്കെ ആയതുകൊണ്ട് പുളിശ്ശേരിയും വെച്ചു. പിന്നെന്താണ്, മീൻ പീര, കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ കുഞ്ഞു മത്തി പീര വെച്ചു. ഇതിപ്പം മത്തി പീര വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സവാളയും തക്കാളിയും പിന്നെ മുളക് പൊടി, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും പുളിയും ഇട്ടിട്ട് പിന്നെ തിളക്കുമ്പോൾ അതിലോട്ട് മീൻ ഇട്ട് കൊടുത്തു. കുഞ്ഞു മത്തിയാണ് കിട്ടിയത്. അപ്പം പീര ഒരു കുഞ്ഞു മത്തി ഞാൻ വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ടായതാണ്. ഇതാ ഈ ഒരു മത്തി. ഇത് പിന്നെ അങ്ങനെ പീര വെച്ചു. ഇതിലോട്ട് ഇനി തേങ്ങ ചിരവിയതും ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ കപ്പക്കായ ഉണ്ട്, അത് പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്.
അതരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും ചേർത്ത് കുക്കറിലൊരു 3 വിസിൽ വെച്ചു. അതിലോട്ട് അരപ്പിന് ഒരു 1.5 കൈ തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തൈരും കൂടി ചേർത്ത് പുളിശ്ശേരി താളിച്ചൊഴിച്ച് നല്ല സൂപ്പറായിട്ടുള്ള പുളിശ്ശേരി അത് റെഡിയായി. ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ. ഇത് കൊടുത്തോ. നമ്മൾ രാത്രിയിലേക്ക് ചിക്കൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ചിക്കൻ കറിയും ചപ്പാത്തിയും